തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശാഖാകുമാരി കേസിൽ ഭർത്താവ് അരുണിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ദീപ്തി ചേരുന്നു വിവരങ്ങളുമായി. ദീപ്തി പറയൂ. കാളിദാസ് 2020 ഡിസംബർ 26-നാണ് ഈ ശാഖാകുമാരി കൊല്ലപ്പെടുന്നത്. ഭർത്താവാണ് അവരെ കൊലപ്പെടുത്തിയത്. ഷോക്ക് അടുപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ ഒരു വിവാഹം വേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞിരുന്ന ശാഖാകുമാരിയെ ഈ പ്രതിയുമായി പ്രണയബന്ധത്തിലാവുകയും അതിനുശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകി ഈ ഒരു ശാഖാകുമാരിയുടെ സ്വത്തുക്കൾ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വിവാഹത്തിന് സമ്മതിച്ചതും വിവാഹം രഹസ്യമായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിവാഹം നടത്തിയത്. അതിനുശേഷം ആണ് ഈ ഒരു സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് ഈ ഒരു പുറത്തു വരുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ ഒരു ശാഖാകുമാരിയുടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ഒരു ബന്ധത്തിലാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ ഒരു സ്വത്തുക്കൾ ഈ ഒരു വലിയൊരു സാമ്പത്തിക സ്വത്തുക്കളുള്ളൊരു ആളായിരുന്നു ഈ ശാഖാകുമാരി എന്ന് പറയുന്നത്. ഈ ഒരു സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇപ്പോൾ നിലവിൽ ഈ ഭർത്താവ് അരുണിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. അരുൺകുമാർ കുറ്റക്കാരനാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് വിധിച്ചിരിക്കുന്നത്. ഭാര്യയെ ഷോക്കടുപ്പിച്ച് ഇലക്ട്രീഷ്യനായിരുന്ന ഈ അരുൺ ഭാര്യയെ ഷോക്കടുപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. ഈ പ്രായം അധികം ഈ അരുൺ എന്ന് പറയുന്ന ആൾക്ക് 28 വയസ്സും ഈ ഒരു ശാഖാകുമാരിക്ക് 53 വയസ്സുമുള്ള ഒരു യുവതിയായിരുന്നു. ഈ ഒരു പ്രണയബന്ധം നടിച്ച് ഈ ഒരു സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പ്രണയബന്ധം നടിച്ച് സ്വത്തുക്കൾക്ക് അവകാശിയായിട്ട് ഒരു കുഞ്ഞ് വേണം എന്നൊരു ആഗ്രഹമാണ് ഈ ശാഖാകുമാരിയെ ഈ ഒരു അരുണിനെ തന്നെക്കാൾ പ്രായത്തിന് ചെറുപ്പമായ ഒരു ആളെ ഭർത്താവായി സ്വീകരിക്കാനായിട്ട് തയ്യാറായതും ഈ ഒരു വിവാഹത്തിലേക്ക് നയിച്ചതും. എന്നാൽ 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവുമായിരുന്നു അരുൺ വിവാഹ പാരിതോഷികമായി ഡിമാൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ ഒരു കുഞ്ഞ് എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വിവാഹത്തിലേക്ക് നയിച്ചതും. എന്നാൽ അതൊരു കൊലപാതകത്തിൽ അവസാനം കലാശിക്കുകയും ചെയ്തിരുന്നത്. നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിധി അനുസരിച്ച് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും അതിനുശേഷം അയാൾക്ക് 2 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം ശിക്ഷയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി. ശാഖാകുമാരി കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ദീപ്തിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.